മകനെ നാണം കെടുത്തിയ മുൻകാമുകിയെ എംഎംഎ റിങ്ങിലിട്ട് പഞ്ഞിക്കിട്ട അമ്മയുടെ കഥ. അതാണ് ഇന്ന് നമ്മളിവിടെ സംസാരിക്കാനായിട്ട് പോകുന്നത്. നമുക്കതിലേക്ക് കടക്കാം. വെൽക്കം ബാക്ക് ടു SSV ടെക് വ്ലോഗ് ചാനൽ. പോളണ്ട് സ്വദേശിയായ ഗോസിയ മാജിക്കൽ എന്നറിയപ്പെടുന്ന മാൽഗോസാറ്റ സിവാസ്ക എന്ന 50-കാരിയാണ് ഈ വാർത്തയിലെ താരം. തൻ്റെ മകൻ്റെ മുൻകാമുകിയായ 19 വയസ്സുകാരി നികിതയുമായാണ് ഗോസിയ ഏറ്റുമുട്ടിയത്. പോളണ്ടിലെ ക്ലപ്പർമാനിയ MMA, അതായത് ക്ലൗട്ട് MMA എന്നറിയപ്പെടുന്ന ഒരു ഫൈറ്റ് ലീഗിലായിരുന്നു ഈ വിചിത്രമായ മത്സരം നടന്നത്. മത്സരത്തിൻ്റെ 2ാം റൗണ്ടിൽ ഗോസിയ തൻ്റെ മകൻ്റെ മുൻകാമുകിയെ തറപറ്റിച്ചു. കുടുംബാംഗങ്ങൾ തമ്മിലുള്ള തർക്കങ്ങളും സമൂഹ മാധ്യമങ്ങളിലെ വെല്ലുവിളികളുമാണ് ഇത്തരമൊരു പോരാട്ടത്തിലേക്ക് നയിച്ചത്. ഇനി നമുക്ക് ആ അമ്മയെക്കുറിച്ചൊന്ന് കൂടുതലായിട്ട് കേൾക്കാം. പോളണ്ടിലെ ഒരു കൊച്ചു ഗ്രാമത്തിൽ ഗോസിയ എന്ന ധീരയായ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. മകൻ ലൂക്കാസ് ആയിരുന്നു അവളുടെ ലോകം. എന്നാൽ ലൂക്കാസും അവൻ്റെ കാമുകി നികിതയും തമ്മിലുള്ള ബന്ധം അത്ര സുഖകരമായിരുന്നില്ല. അവർ പിരിഞ്ഞപ്പോൾ അത് വലിയ വഴക്കുകളിലേക്കും പരസ്പരമുള്ള ചെളിവാരി എറിയലിലേക്കും നീണ്ടു. സമൂഹ മാധ്യമങ്ങളിൽ നികിത തൻ്റെ മകനെക്കുറിച്ച് മോശമായി സംസാരിക്കുന്നത് ഗോസിയെ വല്ലാതെ വേദനിപ്പിച്ചു. വെറുമൊരു വാക്കേറ്റത്തിൽ ഒതുക്കാൻ അവൾ തയ്യാറല്ലായിരുന്നു. എൻ്റെ മകനെ വേദനിപ്പിച്ചാൽ ഞാൻ പ്രതികരിക്കും, ഗോസിയ പ്രഖ്യാപിച്ചു. നമുക്കെല്ലാവർക്കും അറിയാം, അതായത് നമ്മളെ അമ്മയുടെ കേസ് എടുത്തു നോക്കണേ, അല്ലെങ്കിൽ നമ്മളെ ഈ ലോകത്തിലുള്ള ഓരോ പേരൻസിനെ എടുത്ത് നോക്കുകയാണെങ്കിലും അവരുടെ മക്കൾ എന്ന് പറയുന്നതാണ് അവരുടെ ലോകം. എന്തിനോളം പറയുന്നത്, നമ്മളെല്ലാപ്പോഴും പറയലുണ്ട്, എപ്പോഴും നമ്മൾ പറയലുണ്ട്, കാക്കക്ക് തൻ കുഞ്ഞ് പൊൻകുഞ്ഞ് നമ്മളെപ്പോഴും പറയലുണ്ട്. അതിൽ വരെ അത് സ്വന്തം മക്കളെ ആരെങ്കിലും വേദനിപ്പിച്ച സ്വന്തം മക്കൾക്ക് പെറ്റമ്മക്ക് സഹിക്കില്ല എന്ന് തന്നെയാണ് ഇതിൽ. കാരണം തൻ്റെ മകനെ അത്രക്കും വേദനിപ്പിച്ചൊരു പെണ്ണിനെ ഒരു വാക്കുതർക്കം കൊണ്ട് എനിക്ക് പറ്റില്ല, അവളെ ഞാൻ തീർക്കും, അവളെ റിങ്ങിൽ വെച്ച് ഞാൻ തീർക്കും എന്നുള്ള ഒരു സ്പോർട്സ്മാൻ മെൻറ്റാലിറ്റിയിൽ കൂടി തൻ്റെ മകന് വേണ്ടി ഒരു അമ്മ ഇറങ്ങിത്തിരിക്കുകയാണ്. അതാണ് ഇന്ന് നമ്മളിവിടെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. നമുക്ക് അതിൻ്റെ ബാക്കി വിവരങ്ങളിലേക്ക് കടക്കാം. അങ്ങനെയാണ് ലോകത്തെ അമ്പരിപ്പിച്ച ആ വെല്ലുവിളി ഉണ്ടായത്. ഒരു MMA ഗോദയിൽ വെച്ച് നേർക്കുനേർ കാണാം എന്നതായിരുന്നു തീരുമാനം. 50 വയസ്സായ ഒരമ്മയും 19 വയസ്സുള്ള ഒരു പെൺകുട്ടിയും തമ്മിലുള്ള പോരാട്ടം കാണാൻ ആയിരങ്ങൾ തടിച്ചുകൂടി. മത്സരം ആരംഭിച്ചു. ആദ്യ റൗണ്ടിൽ ചെറുപ്പത്തിൻ്റെ കരുത്തിൽ നികിത ആഞ്ഞുപൊരുതി. എന്നാൽ ഗോസിയയുടെ കണ്ണുകളിൽ വെറും ദേഷ്യമല്ല, തൻ്റെ മകനോടുള്ള സ്നേഹവും അവനെ അപമാനിച്ചവരോടുള്ള വാശിയുമായിരുന്നു. 2ാം റൗണ്ടിൽ ഗോസിയ തൻ്റെ സർവ്വശക്തിയും സംഭരിച്ച് ആഞ്ഞടിച്ചു. നമുക്കെല്ലാവർക്കും അറിയാം, ഒരു 50 വയസ്സുകാരിയും 19 വയസ്സ് പ്രായമുള്ളൊരു പെൺകുട്ടിയും തമ്മിലുള്ള മത്സരമാവുമ്പോൾ എല്ലാവരും പ്രതീക്ഷിച്ചിരുന്നത് 50 വയസ്സുള്ള ആൾ തോൽക്കുന്നുള്ളതാണ്. നമുക്കത് എന്താകും, എങ്ങനെയാവും എന്നുള്ളതൊക്കെ നമുക്ക് കൂടുതൽ അറിയാൻ നമുക്കതിലേക്ക് കടക്കാം. നികിതക്ക് ആ പ്രഹരങ്ങൾ താങ്ങാനായില്ല. അവൾ റിങ്ങിൽ വീണുപോയി. റഫറി ഗോസിയയുടെ കൈകൾ ഉയർത്തിപ്പിടിച്ചു. അവൾ വിജയിച്ചിരുന്നു. കളി ജയിച്ച ശേഷം ഗോസിയ പറഞ്ഞു, ഇത് വെറുമൊരു കളിയല്ല, എൻ്റെ മകന് വേണ്ടി ഞാൻ നടത്തിയ പോരാട്ടമാണ്. കായിക ലോകത്തെ അത്ഭുതപ്പെടുത്തിയ ഈ അമ്മക്കരുത്ത് ഇന്നും പോളണ്ടിലെ തെരുവുകളിൽ ഒരു കഥയായി പ്രചരിക്കുന്നു. മക്കൾക്ക് വേണ്ടി ഏതറ്റം വരെയും പോകാൻ ഒരമ്മ തയ്യാറാകും എന്നതിൻ്റെ നേർക്കാഴ്ചയാണ് ആ പോരാട്ടം എന്നും കൂടി ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. ഈ ഇന്നത്തെ വീഡിയോയിലൂടെ ഇങ്ങനൊരു ടോപ്പിക്കുമായി ഞാൻ വരാനുള്ള പ്രധാന കാരണമെന്ന് വെച്ചാൽ, നമുക്കറിയാം, എൻ്റെ ഈ ചാനൽ എടുത്ത് നോക്കുകയാണെങ്കിൽ, എൻ്റെ ഈ കൊച്ചു ചാനൽ എടുത്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്, ഞാൻ സ്പോർട്സുമായിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്യുന്നത്. അതായത് സ്പോർട്സും അതേപോലെ തന്നെ ഗെയിമിങ്ങും, കുറച്ച് ഞാൻ കളിക്കുന്ന ഗെയിമിംഗ് ഒക്കെയാണ് ഞാൻ ഈ ചാനലിലൂടെ അറിയിക്കുന്നത്. ഞാൻ ഇങ്ങനെയൊരു വീഡിയോ ചെയ്യാനുള്ള മെയിൻ കാരണം എന്തെന്ന് വെച്ചാൽ, ഈ വീഡിയോ ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നത്, ഈ വീഡിയോ ഞാൻ ഇറക്കുന്നതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ഓരോ പേരൻസിനുള്ളതാണ്, ഓരോ അച്ഛനമ്മമാർക്കും ഉള്ളതാണ്, ഓരോ ഉമ്മമാർക്കുള്ളതാണ്, ഓരോ അമ്മമാർക്കുള്ളതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മളെപ്പോഴും പറയാറുണ്ട്, എനിക്കാരുമില്ല, ഞാൻ ഒറ്റക്കാണ്. അല്ലെങ്കിൽ ഒരു പെണ്ണിട്ടേച്ച് പോയാൽ, അല്ലെ നമ്മൾ പറയാനല്ലേ, ഒരു പെണ്ണിട്ടേച്ച് പോയാൽ, അല്ലെങ്കിൽ ഒരു ചെക്കനിട്ടേച്ച് പോയാൽ
നമ്മൾ തൂങ്ങിച്ചാവാനും ആത്മഹത്യ ചെയ്യാനൊക്കെ നിൽക്കുന്ന ഈ കാലഘട്ടത്തിൽ നിങ്ങൾ ഓർക്കുക, നിങ്ങൾക്ക് വേണ്ടി കാത്തു നിൽക്കുന്ന നിങ്ങളുടെ ഉയർച്ചയിൽ സന്തോഷിക്കുന്ന ഒരാൾ നിങ്ങളെ വീട്ടിലുണ്ട് എന്നുള്ളതും കൂടി നിങ്ങൾ ഓർക്കുന്നത് നല്ലതാണ്. നമുക്കറിയാം, ഇപ്പോൾ ഏറ്റവും കൂടുതൽ നമ്മൾ ഈ കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ നോക്കുകയാണെങ്കിൽ കുറേ കേസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ സൂസൈഡ് ചെയ്യുന്ന ഒരു ചെറിയ കാര്യത്തിന് പോലും സൂസൈഡ് ചെയ്യുന്ന ഈ കാലഘട്ടത്തിൽ നിങ്ങൾക്ക് വേണ്ടി കാത്തു നിൽക്കുന്ന 2 പേരുണ്ടെങ്കിൽ അത് നിങ്ങളുടെ അച്ഛനും അമ്മയും ആണെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഈ അമ്മ ചൈതന്യങ്ങളൊക്കെ നമുക്ക് ഇതിലേക്ക് തന്നെ വരികയാണെങ്കിൽ ഒന്ന് ഓർത്ത് നോക്കിയേ. നിങ്ങളാണെങ്കിലും ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഒരു 50 വയസ്സുള്ള ഒരു പ്രായമുള്ളൊരു അമ്മയും ഒരു 19 വയസ്സുള്ള ഒരു പെൺകുട്ടിയും തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ നമ്മളെല്ലാവരും ഓർക്കുക ആ 50 വയസ്സുള്ള ആൾ തോൽക്കുന്നുള്ളതാണ്. പക്ഷേ ആ 50 വയസ്സുള്ള സ്ത്രീ, ആ അമ്മ വന്നിട്ടുള്ളത് ആ അമ്മക്ക് ജയിക്കാൻ വേണ്ടിയിട്ടല്ല, തൻ്റെ മകനെ കളിയാക്കിയ ആ പെൺകുട്ടിക്കും മകനെ കളിയാക്കിയ ആ പെൺകുട്ടിയുടെ കുടുംബാംഗങ്ങൾക്കും വേദനിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. തൻ്റെ മകനക്ക് വേണ്ടിയിട്ടാണ് അമ്മ വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവിടെ തന്നെ ജയിക്കും ചെയ്യും. എന്തിനോളം പറയുന്നത്, ഞങ്ങൾ സിനിമ തന്നെ എടുത്തു നോക്കുക, KGF വരെ റോക്കി ബായെ രക്ഷിച്ചതാരാ? അമ്മേനെ. റോക്കി ബായ് ആയതെങ്ങനെ? അമ്മ കാരണമാണ്. അപ്പോൾ ഇത്രയൊക്കെ പറയാനുള്ളൂ. ഇതുപോലത്തെ ഫുട്ബോൾ റിലേറ്റഡ് വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, ബൈ.